ഗൈസ് വെൽക്കം ടു മൈ ബ്ലോഗ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് എന്തൊക്കെയാണെന്ന് പോയി നോക്കാം. ഓൾറെഡി രാവിലെ തന്നെ ഇൻഫാദ് പണിയൊക്കെ തുടങ്ങി. അപ്പോൾ നമുക്ക് അടുക്കള പോയി നോക്കാം എന്തൊക്കെയാണെന്ന്. ഇവിടെ നല്ല പൊരിച്ചിറച്ചികളുടെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിൽ നിന്ന് വെളുത്തുള്ളി സവാളയൊക്കെ കട്ടിങ്ങും തുടങ്ങി. ഗൈസ് നമ്മൾ കുറച്ച് ലേറ്റായി. ഇവിടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ താണ്ട എണ്ണയിലിടാൻ പോകുന്നു. കോഴിയിറച്ചിയൊക്കെ താണ്ട കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അടുത്താണ്ട എണ്ണ ഒക്കെ ഇട്ട് വയറ്റാൻ പോകുന്നു. മസാലയൊക്കെ എപ്പോഴും നമ്മൾ പാനിലിട്ട് വറുത്തിട്ടാണ് തട്ടുന്നത്. അപ്പോൾ കുറച്ച് കളർഫുൾ കിട്ടും. പിന്നെ ചെറിയൊരു ഗ്യാപ്പിൽ ഞങ്ങൾ പാത്രം മാറ്റി. കാരണം ആൾ കൂടുതലായതുകൊണ്ട് കുക്കർ തികയൂല. റെസിപ്പിയാണ്, അവൻ പറഞ്ഞു തരൂല. അതിനുള്ള മസാല ഇതും സ്പെഷ്യലാണ്. ആശാൻ വറുത്തരച്ചതാണ്. മദർലാൻഡ് മസാല സോഡ മസാല കിട്ടാം. മസാല ഇട്ട് നിൽക്കുന്നു ഗൈസ്. നല്ല കരിഞ്ഞ മുരിഞ്ഞ ഒരു സംഭവങ്ങളാണ്. കറുത്ത കളർ. അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ നമ്മൾ ചിക്കൻ തട്ടാൻ പോകുന്നു. മെയിൻ കുക്ക് നമ്മൾ ഇൻഫാദാണ് മെയിൻ കുക്ക്. ഇൻഫാദിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയിലുള്ളതാണ് ഇന്നത്തെ ഫുഡൊക്കെ. ഇനി അടുത്ത് ഇത് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത നെയ്ച്ചോറ് വയ്ക്കാം അല്ലേ? നെയ്ച്ചോറ് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും ഇനി അടുത്തത്. മസാലയൊക്കെ ഇരുന്ന് തിളയ്ക്കുന്നു അടുപ്പിൽ. അങ്ങനെ ചിക്കനൊക്കെ റെഡിയായി വന്നപ്പോഴാണ് കഴിച്ച് നമ്മളെ പ്ലാൻ മാറ്റി. ഇനി അടുത്ത് നമ്മൾ വിചാരിച്ച് ചിക്കൻ ബിരിയാണി ആക്കാന്ന്. അങ്ങനെ അരിയൊക്കെ കഴുകാൻ പോകുന്നു. ഷെഫിന് ഇന്ന് ആരെ ഹെൽപ്പും വേണ്ടെന്നാ പറഞ്ഞ. അപ്പൊ ഇന്ന് അവൻ തന്നെ താണ്ട് അടുത്ത് സലാഡിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി തക്കാളി കൊണ്ട് തട്ടിക്കോട്ട് സലാഡാണ്. ഫുൾ പ്രിപ്പറേഷൻ ബൈ ഇൻഫാദ്. ഇഷ്ടപ്പെടുന്നു. ഇവൻ വെറുതെ കൺട്രാക്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ കൺട്രാക്ട് മാത്രം. കൺട്രാക്ട് പോയി മുനീറ നിന്റെ സ്ഥലം എവിടെ? കൊല്ലല്ലേ? കൊല്ലത്തുള്ള ക്യാരക്ടർ വരെയാണ്. കൺട്രാക്ട് പോയി. ഓട്ടെ, ഞങ്ങൾ തിരുവനന്തപുരം ആണെങ്കിൽ നമുക്ക് അറിയാടെ. നീ എന്തിനടേ മുനീർ പിണങ്ങി ഗൈസ്. അങ്ങനെ കുറച്ച് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പള്ളിയിൽ പോകാൻ ടൈമായി. അങ്ങനെ പള്ളിയിൽ പോകാൻ പോകുന്നു. അപ്പം പിന്നെ ബുഹൂറൊക്കെ കുറച്ച് കത്തിച്ചിട്ട് അതിൻ്റെ സ്മെല്ല് ദേഹത്തോട്ടൊക്കെ ആക്കുന്നു ക്ലോത്തിൽ. എന്തായാലും വെള്ളമായിട്ട് പോക്കരാ. പള്ളിയിൽ പോകാൻ സമയമായതുകൊണ്ട് താണ്ട് ഓടണം. ചെറുക്കാൻ റെഡിയായി വരുന്നു. ചുമ്മാ മുബാറക് ഗൈസ്. നമ്മൾ പള്ളിയിലോട്ട് പോകുന്നു. പള്ളിയുടെ ഉള്ളിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഈ ഡിവൈഡറിലേക്കും പ്ലാറ്റ്ഫോമിലൊക്കെ എല്ലാവരും മുസല ഒരിച്ച്. അങ്ങനെ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് നമ്മളത് അടുത്ത കുക്കിംഗ് ഒക്കെ തുടങ്ങി. ഇനി അടുത്തത് ഇതാ ചോറൊക്കെ അടുപ്പി ഇടുന്നുണ്ട്. നെയ്യൊക്കെ ഒഴിച്ചു. നെച്ചോറ് ഇപ്പോൾ പ്ലാൻ മാറി. സുനീറൊക്കെയാണ് നെച്ചോറ് വയ്ക്കുന്നത്. നെച്ചോറിന് മെയിനാണല്ലോ വെള്ളം വളർന്നൊഴിക്കുന്നു. മുനീർ അവധിയാണ്. സോ ഇന്ന് സുനീർക്ക് തന്നെ പപ്പടം പൊരിക്കുന്നു. കിളട്ട് പപ്പടം അല്ലേ ഇത്? പപ്പടം പൊരിക്കുന്ന ഡ്യൂട്ടിയിൽ നിന്ന് മുനീർ വിരമിച്ചു. ഇലക്ഷൻ്റെ ടെൻഷൻ കൊണ്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അവന് നാളെ അവൻ്റെ പാർട്ടി ജയിക്കോ ഇല്ലേ എന്നുള്ളൊരു സംശയം. അണ്ടിപ്പരിപ്പ് വെള്ളം തന്നെയാണ്. അണ്ടി ആപ്പീസ് ഇത് അടുത്തുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഗസ്റ്റ് ഇതാ വന്നിട്ടുണ്ട്. ഒരു കോഴി നമ്മളെ മമ്മൂൻ്റെ ആകാം. ഓരോന്നപ്പെട്ടി ഓരോന്നൊഴുകി ഒരു കവർ നിറയെ പപ്പടം അങ്ങനെ പൊരിച്ചു. കുറച്ച് എണ്ണ തീ നമ്മളിങ്ങനെ കുറയ്ക്കണം. സ്പെഷ്യൽ മസാല ബൈ ഇൻഫാദിൻ്റെ നൗഫി. അങ്ങനെ ചിക്കനൊക്കെ മൊത്തമായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. എല്ലാം മൊത്തത്തിൽ കിടന്ന് തിളയ്ക്കുന്നു. പക്ഷെ അങ്ങനെ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മൾ ഇതൊരു ചിക്കൻ ഫ്രൈ ഒന്നും കഴിച്ചില്ല കുറേ നാളായി. അപ്പം ഇന്ന് നാട്ടിൽ അതേ സ്റ്റൈലിലാണ് നമ്മളിന്ന് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത്. നീ ചിക്കൻ പിടിക്കണില്ലേ മുനീറെ? ഇതേടാ നീ പിണങ്ങിയാണ് മുനീറെ. നീ ചിക്കനൊക്കെ സൂപ്പറായിട്ടാണ് അവിടെ തിളയ്ക്കുന്നത്. കളർഫുൾ മസാലയൊക്കെ ഫുള്ള് സ്പോൺസർ ഫുള്ള് ഇൻഫാദാണ്. ഇൻഫാദിൻ്റെ നൗഫി. വാവ്, നല്ല മണമുണ്ട്. നമ്മൾ സവാള അരിയാൻ പോകുന്നു. ഏറെക്കുറെ റെഡിയായി ചിക്കൻ. ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ ചിക്കൻ ഇതാ ഇടുന്നു. ഞാൻ തന്നെ അവിടെ ഉള്ളി അരിയാൻ പോകുന്നു. സവാള ചിക്കനൊക്കെ എടുത്ത് കഴിച്ചു നോക്കി. സെറ്റാണ് കഴിച്ചു. അടിപൊളി. അങ്ങനെ നമ്മളിതാ ദമ്മൊക്കെ ചെയ്യാൻ പോകുന്നു. ദമ്മിൻ്റെ ഫസ്റ്റ് പിടി ഇടാൻ പോകുന്നു. കുക്കുമാർ ഇതാ നിൽക്കുന്നത് രണ്ടുപേര്. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ കുക്ക്. ഇനി സൈഡിൽ നിന്ന് അസിസ്റ്റൻ്റ്. പൊരിച്ചൊന്നും കാണാമല്ലോ.
റിവ്യൂ പറയാൻ വേണ്ടി ഇട്ടേ. ഇവിടെ ഒരു പീസിനാണ് 5 റിവ്യൂ പറഞ്ഞത്. എന്തിനടേ നൈസ് മണം കേട്ടോ, നൈസ് മണമുണ്ട് ഗൈസ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റാണ്. തട്ടിക്കൂട്ട് പരിപാടിയൊന്നുമല്ല, ഫുള്ള് ട്രഡീഷണലി നമ്മൾ ഉണ്ടാക്കിയത്. സ്പൈസി അല്ലേ? നെയ്യൊക്കെ ഒഴിക്കാൻ പോണ്. നെയ്യ് ഒഴിക്കണം ഒരു സൈഡിൽ നിന്ന് കണ്ട കുറച്ച് മസാല മുകളിലോട്ട് ഒഴിക്കുന്നു. നെയ്യ് തീർന്നു ഗൈസ്, പക്ഷേ എന്നാലും നമ്മൾ ഉള്ളതെല്ലാം കൂടെ വഴിച്ചെടുത്തിടുകയാണ്. ദമ്മൊക്കെ റെഡിയായി. ഇനി അടുത്ത് നമ്മൾ അടുപ്പി വയ്ക്കാൻ പോകണം. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. ഒരു സൈഡിൽ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയായി തരണം. സാധനം എങ്ങനെയുണ്ട്? വരുന്നുണ്ട് ആ ഒരു സോഫ്റ്റ്നെസ് ആണ് നമുക്ക് വേണ്ട. മസാല മസാല രാത്രി വെച്ചോണ്ട് ഇൻഫാക്ട് രാത്രി തൊട്ടേ പണി തുടങ്ങി. ഇതാണ് ലാസ്റ്റ്. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. നമ്മൾ ദമ്മ് പൊട്ടിക്കുന്നു, കഴിക്കാനിരിക്കുന്നു. ഇതാണ് ഇനി അടുത്ത പരിപാടി. ഓൾവേസ് വെൽക്കം. മമ്മൊക്കെ വന്നിട്ട് ഇതാണ്ട് വിഷനൊക്കെ നിൽപ്പുണ്ട്. അവിടെ അടുത്ത് ഫുള്ള് മൊബൈലിലാണ് നെറ്റത്ത്. അയ്യൻ കുക്കിങ്ങിലൊക്കെ ഭയങ്കര എക്സ്പെർട്ടാണ്. കണ്ടോ പ്രൊഫഷണലായിട്ട് ഫുൾ ചിക്കനൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് സെറ്റായി. ഇപ്പം നല്ലൊരു മണം വരണം ഗൈസ്. വീഡിയോയിൽ ഈ മണമൊന്നും കിട്ടൂല, നമുക്ക് എവിടെ കിട്ടുള്ളൂ മണം. ഒരു ലാസ്റ്റ് ഒരു പൊടിക്കരിയാണ്. അങ്ങനെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ട്രിവാൻഡ്രം, പക്ക ട്രിവാൻഡ്രം. എൻ്റെ മൈനീര റെസിപ്പി, അതായത് ഇൻഫാദിൻ്റെ നൗഫി. പക്ഷെ നമ്മളെ ഇവിടുന്ന് കഴിച്ച് തീർക്കൊന്നും തോന്നണം കേട്ടാ. നമ്മൾ ഓരോ പീസായിട്ട് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കണം. അടുത്ത ഒരു സൈഡിൽ നിന്ന് കഴിക്കുന്നു. നമ്മൾ ദാണ്ട് അവിടെ സൂപ്പറൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു കവർ തന്നെ പപ്പടം, ചിക്കൻ ഫ്രൈ, സലാഡ്, അച്ചാറ്. വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഗൈസ്. ഇതാണ് നമ്മൾ ഇപ്പോൾ അറിയില്ല കഴിക്കുന്നത് എല്ലാവരും. ഇതാ നമ്മളെ ദമ്മും കൊണ്ട് ഇതാണ് നമ്മളെ ഇൻഫാദ് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട് ഗൈസ്. മൊത്തത്തിൽ ഇപ്പോഴാണ് കംപ്ലീറ്റ് ആയത്. ഇതാ അങ്ങനെ ദമ്മ് പൊട്ടിക്കാൻ പോകുന്നു. അയ്യവാ എല്ലാവർക്കും മണക്കണം. വീഡിയോയിൽ മണം വരില്ല, ഇവിടെ നല്ല മണമുണ്ട്. അയ്യോ സ്പെഷ്യൽ ഫസ്റ്റ് ഗണപതിക്ക്. എണ്ണാക്കൊപ്പോ ആശാൻ പപ്പടം പൊരിക്കാത്തതുകൊണ്ട് പപ്പടം ചുളുങ്ങിപ്പോയി. ഞാൻ പൊരിക്കാത്തതുകൊണ്ടാണ്. അപ്പം എനിക്ക് നമ്മൾ പപ്പടം കിട്ടിയില്ല. ആയുധം കിട്ടി ഗൈസ്. കഴിച്ചു നോക്കിയിട്ട് പറ എങ്ങനെയുണ്ട്, സാധനം എങ്ങനെയുണ്ട് പറ. ചിക്കനൊക്കെ അടിപൊളിയല്ലേ? നീർക്ക കഴിച്ചു തുടങ്ങിയില്ല. അമ്മ എങ്ങനെ ഉണ്ടടാ? ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയും. ചൂട്, തിളച്ച ചൂട് പൊളിയാ. ഞാൻ കഴിച്ചു കഴിച്ചോ. ചോറ്, കുറച്ച് പൊരിച്ചിറച്ചീര മസാല, കുറച്ച് സലാഡ്, സെറ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞ എല്ലാവരും എണീറ്റ്. ഞാൻ മാത്രമേ ഉള്ളൂ. ഫ്രൈ ഒക്കെ നൈസ്. സെറ്റായിരുന്നു ഇന്നത്തെ ഫുഡ്. എല്ലാവരും വീഡിയോ നോക്കിയിരിക്കാൻ നിങ്ങളും പോയി കഴിച്ചോളി. എല്ലാവരും കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും കഴിച്ചെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പുതിയൊരു വീഡിയോ വരെ കാണാം. ബൈ. നെക്സ്റ്റ് വീഡിയോ. മുന്നേ ടാറ്റ ബൈ പറ ഗൈസ്. അൽഹംദുലില്ലാ ഗൈസ്. കഴിച്ച് കഴിഞ്ഞാൽ വയറൊക്കെ ഫുള്ളായി. ദമ്മായി ഗൈസ്. ബിരിയാണിയും ദമ്മായിരുന്നു, വയറും ദമ്മായി. പിന്നെ നമ്മൾ അടുത്ത് പാത്രം കഴുകണം. ആർക്കും വയ്യ. വേണ്ട, ഫുൾ ടയേർഡ്. വേണ്ട, ഫുള്ള് റീൽ കഴിച്ച് തളർന്നു. ബിരിയാണിയുടെ എഫക്റ്റ്. പാത്രം എന്താ അവിടെ കിടക്കും? ഇനി ആര് കഴിവുമെന്തോ. ഫുള്ള് പാത്രം കഴിച്ചതിന് ദഹിക്കാൻ വേണ്ടിയിട്ടാണ് വയ്യ. അതുകൊണ്ട് പാത്രം കഴുകിയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുക. നമ്മൾ ഫുള്ളെല്ലാം നോക്കണം. എല്ലാം സെറ്റാണ്. ലിക്വിഡൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് ആണ്. അതിലെടുത്താൽ തുടങ്ങാൻ പോകും. ചുമ്മാ കഴിച്ച് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ റോളെങ്കിലും വേണമെന്ന് പറഞ്ഞ് എടുത്തതാണ് കഴിച്ച്. ഇത് ലാസ്റ്റ് വന്നു. Guys, hello. Next video we will come with Riyadh Zoo updates. Inshallah. See you soon. Bye bye.